പുലികളിക്കെതിരെ എഴുത്തുകാരൻ VK ശ്രീരാമൻ. പുരുഷന്മാർക്ക് മാറും വയറും വളരുന്നത് രൂപവൈകൃതമാണെന്നും കലയ്ക്കു വേണ്ടി ഉപയോഗിക്കുന്നത് ആഭാസമാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കണ്ടാൽ ഓക്കാനം വരുന്ന ഇത്തരം കലാവൈകൃതം ലോകത്ത് ഒരിടത്തുമില്ലെന്നും VK ശ്രീരാമൻ പ്രതികരിച്ചു. VK ശ്രീരാമനെതിരെ പ്രതിഷേധവുമായി പുലിക്കളി സംഘങ്ങൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ജെയ്സൺ ചമവളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ ചമവളപ്പിൽ, പരിധി വിട്ടോ VK ശ്രീരാമൻ? എന്താണ് നമുക്ക് മനസ്സിലാക്കുന്നത്? ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട് എന്നുള്ളത് വസ്തുതയാണെങ്കിലും സാംസ്കാരികമായിട്ട് അത് സർക്കാർ തന്നെ ധനസഹായം നൽകുന്ന ഒരു കലാപരിപാടിയാണ് ഇപ്പോൾ പുലിക്കളി. അത് വളരെ ആസ്വദിച്ച് ചെയ്യുന്നവരുണ്ട്, അതിനുവേണ്ടി തന്നെ തയ്യാറെടുത്തിരിക്കുന്നവരുണ്ട്. ശരീരത്തിൻ്റെ ചില രൂപമാറ്റമൊക്കെ അതിന് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അതിനെ വൈകൃതമാണെന്നൊക്കെ വിളിച്ചിത്തിരി കടന്നുപോയോ ജെയ്സൺ? അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. സത്യത്തിൽ പുലികളി നടത്താൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനിടയിലാണ് സിനിമാ താരമായ എഴുത്തുകാരൻ കൂടിയായ VK ശ്രീരാമൻ ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി വന്നിരിക്കുന്നത്. വൈകൃതം, ആഭാസം, അങ്ങനെ തുടങ്ങി എല്ലാ മോശം പദങ്ങളും, അതായത് ഏറ്റവും മോശമായി ചിത്രീകരിക്കാൻ കഴിയാവുന്ന മാന്യമായ എല്ലാ മോശം പദങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് പുലികളിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. സത്യത്തിൽ അത്തരമൊരു പ്രസ്താവന ഇപ്പോൾ ആവശ്യമുണ്ടോ എന്നതാണ് ഏറ്റവും ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, പണ്ട് കാലമൊക്കെ ആണെങ്കിൽ VK ശ്രീരാമൻ പറയുന്നത് ഒരു പരിധിവരെ ശരിയാണെന്ന് പറയാം. സ്വാഭാവികമായി വേണ്ടത്ര വസ്ത്രധാരണമൊന്നുമില്ലാതെ വളരെ മോശമായ സ്ഥിതിയൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്നു. പക്ഷേ വർഷങ്ങളായി വളരെ ചിട്ടയോടുകൂടി വളരെ വ്യക്തതയോടുകൂടി ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിയാവുന്ന രീതിയിൽ ഒരു ആഭാസവുമില്ലാതെ നടന്നു വരുന്ന ഒരു പുലിക്കളിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് വയറ് വലുതാവുന്നതിനെ കുറിച്ചൊക്കെയാണ്. അങ്ങനെയാണ് സിനിമാ താരങ്ങളെയൊക്കെയും വിമർശിക്കേണ്ടത്. അത്രയും വയറ് വലിയ സിനിമാ താരങ്ങളൊക്കെ ഉള്ളപ്പോൾ അവരെയും കൂടി വിമർശിക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു സംവിധാനത്തെ ഒറ്റ തിരിഞ്ഞ് വിമർശിച്ചതിനും ആക്രമിച്ചതിനെതിരെയാണ് ഇപ്പോൾ പുലിക്കളി സംഘങ്ങൾ തൃശ്ശൂരിലെ വലിയൊക്കെ ഏകദേശം എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് ഒരിക്കലെങ്കിലും ഇപ്പോൾ മാറിയ സാഹചര്യത്തിൽ പുലികളി VK ശ്രീരാമൻ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഉണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ പറയുമായിരുന്നില്ല. സ്വാഭാവികമായി അദ്ദേഹം തൃശ്ശൂർക്കാരല്ല, കുന്നംകുളംകാരാണ്. കുന്നംകുളത്ത് പ്രത്യേക ഒരു ഐഡന്റിറ്റി ഉള്ള സ്ഥലമാണ്. തൃശ്ശൂരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും പക്ഷെ അദ്ദേഹത്തെ അത്തരം ഒരു വിമർശനത്തിലേക്ക് വന്നത്. ഏതായാലും ഈ VK ശ്രീരാമന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ അതിനകത്തൊരു പ്രശ്നമുള്ളത്, ഇപ്പം ഒരു കലയെ കുറിച്ചൊരു അഭിപ്രായം പറയുന്നതൊന്നും തെറ്റില്ല. പക്ഷേ അതിനകത്തൊരു ബോഡി ഷേമിങ്ങിന്റെ ഒരു എലമെന്റ് കൂടി വന്നിട്ടുണ്ട് അല്ലേ? ഈ കൊടവേർ എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യൻ കൊടവേർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതല്ലോ, അത് ഉണ്ടായി വരുന്നതല്ലേ. ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓടുന്ന നമ്മുടെയൊക്കെ ഒരു അവസ്ഥ എത്രത്തോളം ഉണ്ടെന്നറിയാം. ഇത് പറ്റാത്ത മനുഷ്യരുണ്ടാവും. അപ്പോൾ അവർ കൊടവേറുമായിട്ട് വരുന്നവരുണ്ടാവും. ആ കൊടവേറുമായിട്ട് അങ്ങനെയാണെങ്കിൽ മഹാബലിയെ കുറിച്ച് എന്ത് പറയുക? അല്ല, അത് തന്നെയാണ് അരുൺകുമാർ ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉയർന്ന ചോദ്യം. ഈ നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ഒരു കലാരൂപം അത് കാലക്രമേണ പരിഷ്കരിച്ച് ഏറ്റവും ഈ ആധുനിക സമൂഹത്തിൽ അവതരിപ്പിക്കാൻ കഴിയാവുന്ന രീതിയിലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത്തരമൊരു സംവിധാനത്തെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലേക്ക് ഒരു പ്രസ്താവന ഈ അനവസരത്തിൽ വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ പുലികളി സംഘങ്ങളും അതുപോലെ തന്നെ ആളുകളും ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ സിനിമയിൽ എന്തെല്ലാം ആഭാസങ്ങൾ കാണിക്കുന്നു, അതിനെതിരെ വിമർശനം നടത്തുന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഈ വിമർശനത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പ്രവർത്തിക്കുന്ന മേഖലയൊഴിച്ച് ബാക്കി എല്ലാ മേഖലയും വിമർശിക്കുന്ന ആൾ എന്നതാണ്. അത്തരത്തിൽ നിരവധി കമൻറ്റുകൾ വരുന്നുണ്ട്, പ്രതിഷേധങ്ങൾ വരുന്നുണ്ട്. ഏതായാലും ഇത്തരമൊരു വിമർശനത്തിൽ ഈ സമയത്ത് ആവശ്യമായിരുന്നോ എന്നതാണ് ഉയർന്ന ചോദ്യം. എല്ലാവരും രംഗത്തെത്തിയിട്ടുണ്ട് പുലികളി നടക്കാൻ. അതുമാത്രമല്ല, ദിവസങ്ങളോളം ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ദിവസങ്ങളോളം ആളുകളുടെ എത്രയോ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് പുലികളി ഇറങ്ങുന്നത്. തൃശ്ശൂരിൽ പൂരം കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ എത്തുന്ന ഒരു വലിയ ഇവന്റാണ് പുലികളി. തൃശ്ശൂർ പൂരത്തെ ഈ ഓണാഘോഷത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ട് നിറഞ്ഞു കവിയും ഇത് കാണുന്നതിന് വേണ്ടി അദ്ദേഹം ഇത്തവണയെങ്കിലും വന്ന് കണ്ട് സത്യസന്ധമായി വിലയിരുത്തൽ നടത്തട്ടെ എന്നതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതായാലും VK ശ്രീരാമൻ ചേട്ടാ, ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിനുള്ളൊരു സാഹചര്യം അതാണോ എന്നത് കൂടി ഒന്ന് ആലോചിക്കണമായിരുന്നു എന്നുള്ളതാണ്. ജെയ്സൺ പറയുന്ന പോലെ അതിനകത്തൊരു ബോഡി ഷേമിങ്ങിൻ്റെ എലമെൻറ്റ് വന്നിട്ടുണ്ട്. മാത്രമല്ല ചെയ്യുന്നത് ശരിയല്ല. കാരണം ഇനിയിപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ആൾക്കാരുടെ ഒരു കോൺഫിഡൻസിനെ അത് ബാധിക്കും. പിന്നെ മനഃപൂർവ്വം ആരും ഈ പറയുന്ന പോലെ വയറ് വെച്ച് വരുന്നതല്ലല്ലോ. വയറുണ്ടായിപ്പോയത് അവരെ ബോഡി ഷെയിം ചെയ്ത ആൾക്കാരുടെയിലൂടെ വേഷമൊക്കെ വെച്ച് ഇങ്ങനെ പോകുന്നു. എന്താ പ്രശ്നം? ആർക്കാ പ്രശ്നം? എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത വിവാദത്തിനൊക്കെ പോകുന്നത്? അതങ്ങ് പിൻവലിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരുപാട് കലാകാരന്മാർ ഇത് കലയാണോ എന്ന് ചോദിച്ചേക്കാം. അതിനോട് സമർപ്പിത ഭാവത്തോടു കൂടി അങ്ങനെ ചെയ്താൽ അതൊരു കലയാണ്.
അങ്ങനെ കലയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ആ കലയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കുന്നപ്പോൾ ആ പാവപ്പെട്ട മനുഷ്യന് വെറുതെ ബോഡി ഷെയിം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ പല ആളുകളുടെയും പ്രതികരണം വന്ന് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പോലുള്ളവർ കുറച്ചുകൂടി ഗൗരവമേറിയ കാര്യങ്ങളൊക്കെ നിരീക്ഷണം നടത്തൂ. പുലികളി പോട്ടത്തെ അതാ വഴിക്ക് നടന്നോട്ടെ, അത് ഇഷ്ടപ്പെടുന്ന എത്രയോ മനുഷ്യരുണ്ട്. അപ്പോൾ അത് ഇനി വലിയ വിവാദമായി ഇനി അങ്ങേക്കെതിരെ ബോഡി ഷെയിമിങ്ങുമായിട്ട് അടുത്ത ടീം വരും. അതൊക്കെ അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ പക്ഷം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 8 മണി കഴിഞ്ഞ് 36 മിനിറ്റ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് വെറുതെ ഇരിക്കുന്ന സമയത്ത് അവിടെ മഹാബലിയെ പറയരുത് കേട്ടാ എന്നൊരു പ്രേക്ഷകൻ പറയുന്നത്. ഞാൻ മഹാബലിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, മഹാബലിയെ കുറിച്ച് പറഞ്ഞു നിങ്ങൾക്ക് എന്ത്? മഹാബലി എന്നുള്ളത് നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യനാണ്. ഞാൻ മഹാബലിയെ കുറിച്ച് പറയും. മഹാബലിക്ക് നിഷേധിക്കപ്പെട്ട നീതി